ഒരു ദിവസം പുലർച്ചെ കേരള ജനത ഞെട്ടിത്തരിച്ചെണീറ്റു. വളരെ ആശ്വാസകരമായിട്ടുള്ള മോദിജി അമിത് ഷായുടെ ഒരു കേരള സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ഹായ് മലയാളീസ്, നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് BJPയുടെ കേരളത്തിലെ വളർച്ചയെക്കുറിച്ച്, അതിൻ്റെ തുടക്കത്തിനെക്കുറിച്ചാണ്. വളർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച എങ്ങനെ ഉണ്ടായെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിൽ പൊതുവായി അഭിപ്രായങ്ങൾ കേൾക്കുന്നത്. അതിൽ മൂന്നാമത്തെ കാര്യം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. അത് ഇപ്പോൾ പലരും വിസ്മരിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണ്. അത് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യത്തിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP വളർന്നുള്ളതിന് അടിസ്ഥാന കാരണം ശരിക്കും അത് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ വിഷയം നമ്മൾ പറയാം, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ വിഷയം ശബരിമല വിഷയമാണെന്നുള്ളത് തന്നെയാണ്. ശബരിമല വിഷയം ശരിക്കും നല്ലൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. BJPക്ക് ശരിക്കും 8%, 10% ഉള്ളിൽ നിന്നിരുന്ന വോട്ടിംഗ് പാറ്റേൺ ശരിക്കും 12%-ലേക്കും അതിന് കൂടുതലിലേക്കും പോയതിൻ്റെ ഒരു കാരണം ശബരിമല വിഷയം തന്നെയായിരുന്നു. ശബരിമല വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻജി, കെ സുരേന്ദ്രൻജി അങ്ങനെയുള്ള ഒരുപാട് നല്ല നേതാക്കൾ അതിൻ്റെ മുന്നിൽ അണിനിരന്നുകൊണ്ട് സമരത്തെ ഉന്നയിക്കുകയും അറസ്റ്റ് വരിക്കുകയും ശരിക്കും നല്ലൊരു ത്യാഗോച്ചരമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തി ജനങ്ങളുടെ ഉള്ളിൽ, ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങിച്ചെന്ന് അവരെല്ലാം BJPയുടെ ഉള്ള കാഴ്ചപ്പാടുകൾ മാറ്റിമറിഞ്ഞു. അത് ഇവർ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരുന്ന വിഷയങ്ങളിലല്ല കാര്യങ്ങൾ എന്നുള്ളതും, ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഇറങ്ങാനായിട്ട് യാതൊരു മടിയും കാണിക്കാത്ത ഒരു പാർട്ടിയാണ് BJP എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഹൈപ്പിലേക്ക് വന്നത്. അതോടുകൂടി പല കുടുംബങ്ങളിലേക്കും BJP കടന്നു ചെല്ലുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വിഷയം. അത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ പല മാറ്റങ്ങളും ഇവിടെ രാജീവ് ചന്ദ്രശേഖർജി വന്നതിന് ശേഷം ഇവിടെ പല വിവാദങ്ങളിലല്ല നമ്മളുടെ ശ്രദ്ധ എന്നുള്ളതാണ്. വികസിത രാജ്യം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ജനങ്ങളിലേക്കുള്ളിൽ ഏറ്റിട്ടുണ്ട്. അതിൽ മറ്റുള്ള ഒരു വിഷയങ്ങളിലും ഇടപെട്ടിട്ടില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെൺവിഷയത്തിലായാലും മറ്റുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഇവിടെ വന്നിട്ടും അതിലൊന്നും ഇടപെടാതെ വിവാദങ്ങളിലല്ല, ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വിവാദങ്ങൾ ചെറിയ ചെറിയ വിവാദങ്ങൾ വലുതാക്കി കാണിച്ചുകൊണ്ട് ജനങ്ങളെ അസ്വസ്ഥമാക്കി ഇവിടെ കേരളം മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതല്ല. നമ്മൾ ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്, അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് അവരിൽ നിന്ന് നമ്മൾ വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. അതിൽ വികസിതമായിട്ടുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള ഒരു രാജ്യത്തിന് ഒരു സംസ്ഥാനം വഹിക്കേണ്ട പങ്ക് അത് നമ്മൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു വയ്ക്കുന്നത്. അത് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാതെ വേറൊരു വിവാദ വിഷയങ്ങളോ വർഗീയതയില്ലാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആഭിമുഖ്യത്തിലുള്ള നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം അതാണ് നമ്മൾക്ക് ഒരു പുലർച്ചെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വളരെ അധികം ഒരു ഞെട്ടലോടെ ഉണർന്നെണീറ്റ് മനസ്സൊക്കെ ശാന്തമായിട്ടുള്ള കേരള ജനതയുടെ മനസ്സ് ശാന്തമായിട്ടുള്ള ഒരു തീരുമാനം മോദിജിയും അമിത് ഷാജിയും എടുത്തുള്ള ഒരു വലിയൊരു നിരീക്ഷണം, വർഷങ്ങളായി എടുത്തിട്ടുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു പരിണത ഫലം ശരിക്കും കാണിച്ചൊരു ഇതായിരുന്നു. ജനങ്ങൾ ആശങ്കപ്പെട്ടിരുന്ന, കേരളത്തിലെ ജനങ്ങൾ വർഷങ്ങളായിട്ട് ആശങ്കപ്പെട്ടിരുന്നതും ഭയപ്പെട്ടിരുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെ ഉന്മൂലനം ചെയ്തു, അടിവേരോടെ ഉന്മൂലനം ചെയ്യാനായിട്ട് BJP സർക്കാരിന് കഴിഞ്ഞു. അത് BJP സർക്കാരിന് മാത്രം കഴിയുന്നൊരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കേരള ജനത മാറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അന്നു മുതലാണ് ശരിക്കും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ പോലും ശരിക്കും BJP ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് പതുക്കെ പതുക്കെ കടന്നു വന്നുകൊണ്ട് ഈ ക്രിസ്ത്യൻ സമൂഹം ശരിക്കും അതിൽ ആകൃഷ്ടരായിട്ടുണ്ട് എന്നുള്ളതിൽ സത്യം മറച്ചു വയ്ക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഒരു 30 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ PFI ഭീകര സംഘടനകൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. അത് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഭാരതം പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു. അതിനുള്ള എല്ലാ വർക്കുകളും അവർ ചെയ്തിരുന്നു. അവർ ഭാരതം മുഴുവനും തീവ്രവാദ സംഘടനകൾ ബ്രാഞ്ചുകൾ വളർത്തിക്കൊണ്ട് അവർക്കെല്ലാം ഫണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ കൊലപാതകങ്ങളും കൈവെട്ടലുകളും കഴുത്തുവെട്ടലുകളും നടത്തിക്കൊണ്ട് മുന്നേറുകയായിരുന്നു. അതിന് ജനങ്ങളുടെ ഉള്ളിൽ വളരെ ആശങ്കകളുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നാണ് അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ ഉത്ഭവം എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമായിരുന്നു. അവരിവിടെ വളരെയധികം വളർന്നിരുന്നു. അവർ 5 ലക്ഷത്തിൻ്റെധികം പേര് പങ്കെടുത്ത കോഴിക്കോട് സമ്മേളനം കണ്ടതോടുകൂടി കേരളം മൊത്തം ഞെട്ടിത്തെരിച്ചു പോയിട്ടുള്ളതാണ്. അവർ പല വെല്ലുവിളികളും നടത്താറുണ്ട്. അവർ കൈവെട്ടും കാലുവെട്ടും കഴുത്തുവെട്ടും 15 സെക്കൻഡ് കൊണ്ട് ഇവിടെ കഴുത്തരി എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആശങ്കയിലായിരുന്നു മറ്റുള്ള സമൂഹങ്ങളെല്ലാവരും. ഒരുപാട് മുസ്ലിം സമൂഹങ്ങൾ പോലും അതിൽ വളരെയധികം ഭയാശങ്കയിലായിരുന്നു. ഇത് അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളെ എങ്ങനെയൊക്കെ ഇതിൽ കൊണ്ടുപോകും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയിലെത്തി പോയിരിക്കുകയായിരുന്നു.
അത് അവർക്കും ഒരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വളരെയധികം ഒരു ഹൈപ്പ് ഇതിന് വന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ജോസഫ് മാഷുടെ കൈ വെട്ടിയത് എന്തിനാണെന്നുള്ളതാണ്. റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വലിയൊരു പേടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വലിയൊരു അക്രമമായിരുന്നു അത് സംഭവിച്ചത്. അതിനുശേഷം ശ്രീനിവാസൻ അദ്ദേഹത്തിന് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അങ്ങനെ അവർ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ തുടരാനായിട്ട് അവർക്ക് യാതൊരു മടിയുമില്ല. അതിനു വേണ്ടിയുള്ള ഫോഴ്സുകൾ വേറൊരു ഗവൺമെൻറ് തന്നെ രൂപീകരിച്ചുകൊണ്ട്, ബദൽ ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു അവസ്ഥയിൽ വരെ എത്തിച്ചു. അതിന് പല ഗവൺമെൻറ്റുകളും അതിന് ഒത്താശ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ വളർന്നിട്ടുള്ളത്. അതിലെല്ലാവരും അതിൻ്റെ ഭാഗമാക്കുക തന്നെയായിരുന്നു. പക്ഷേ ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ശരിക്കും BJP ഗവൺമെൻറ് എന്ന് മോദി അമിത് ഷാ കൂട്ടുകെട്ട് ശരിക്കും തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടിയെടുത്ത് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ, വർഷങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടത്. അത് ശരിക്കും ഫലവത്തായി എന്നുള്ളത് തന്നെയാണ്. അത് അടിവേരോടെ പിഴുതെറിയാനും സാധിച്ചു എന്നുള്ളതാണ്. അത് അവർ വളർന്നു വരില്ല എന്നുള്ളതല്ല അവിടെ വിഷയം. അത് BJP ഗവൺമെൻറ്റുള്ള കാലം വരെ അവർ വളരില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ഈ BJP ഇത്രയും വളരുന്നതിനുള്ള കാരണം എന്നുള്ളത് തന്നെയാണ് എല്ലാ പൊതു സമൂഹത്തിൻ്റെയും കാഴ്ചപ്പാട്. അത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരുപാട് അത് ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. BJP എന്ന പ്രസ്ഥാനത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിനും അതിനുള്ള കാരണങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ പല ഹിന്ദു വിശ്വാസങ്ങളെയും മറ്റുള്ളതിന് അവഹേളിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളിലൂടെ നടന്നിട്ടും അതിനെ ആരും ചോദ്യം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നില്ല. അതിനെ ചോദ്യം ചെയ്യാനും അതിനൊപ്പം നിൽക്കാനുമായിട്ട് BJP ഗവൺമെൻറ്റിനും BJP നേതാക്കൾക്കുമാണ് സാധിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും. അതുകൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ സമൂഹവും ആ തിരിച്ചറിയൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയായിട്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് ശരിക്കും മാറി വരാനായിട്ട്, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മാറി വരാനായിട്ട് ഉള്ള കുറച്ച് സമയം മാത്രം ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ശുഭം, എല്ലാം ക്ലിയറാണ്.